നമസ്കാരം. ഒരു കളിയും നടക്കില്ല, കളിക്കാനുള്ള മൈതാനവും വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറുമല്ല. മമതാ ബാനർജി അമിത്ഷയ്ക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. അമിത്ഷയുടെ രഥയാത്രയ്ക്ക് സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് BJPയുടെ നേതൃത്വം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതി മുൻതൂക്കം നൽകിയത് സർക്കാരിന്റെ വാദത്തിനായതുകൊണ്ട് തന്നെ അമിത്ഷയ്ക്കും സംഘത്തിനും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി നൽകിയത്. ബംഗാളിൽ ഉടനീളം മേഖലാതല ജാഥ നടത്തി വേരുറപ്പിക്കാനുള്ള അടുത്ത ശ്രമത്തിനും മമത ശക്തമായ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടുള്ളത്. വാർത്ത കാണാം. ബുധനാഴ്ച റാലിയിൽ പങ്കെടുക്കാൻ അമിത്ഷാ എത്തുന്നതിന് തൊട്ടു മുൻപ് സംസ്ഥാന സർക്കാർ അനുമതി റദ്ദാക്കി. ഇതോടെ BJP തൃണമൂൽ കോൺഗ്രസ് പോര് ബംഗാളിൽ ശക്തമായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ബംഗാളിൽ കെട്ടിക്കിടക്കുകയാണെന്നാണ് അമിത്ഷാ ആരോപിക്കുന്നത്. ബംഗാളിലെ ജർഗ്രാമിലാണ് അമിത്ഷാ പങ്കെടുക്കുന്ന റാലി BJP സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ എത്താനിരിക്കുകയായിരുന്നു അമിത്ഷാ. എന്നാൽ മണിക്കൂറുകൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ അമിത്ഷയുടെ ഹെലികോപ്റ്ററിനുള്ള അനുമതി റദ്ദാക്കി. ഇതോടെ BJP റാലിയിൽ അമിത്ഷയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. അമിത്ഷയും മമതയും തമ്മിലുള്ള പോരായും BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വടംവലിയായും സംഭവത്തെ വിശേഷിപ്പിച്ച് നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. ബംഗാളിലെ തെക്കൻ മേഖല റാലിയാണ് ജർഗ്രാമിൽ നടക്കാനിരുന്നത്. അമിത്ഷയുടെ കപ്റ്ററിന് അനുമതി നിശ്ചയിച്ചതോടെ റാലിയിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ BJP മാറ്റം വരുത്തി. കൈലാഷ് വിജയവാർജിയ, രൂപ ഗംഗുലി എന്നിവരാണ് അമിത്ഷയ്ക്ക് പകരമെത്തുക. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും റാലിയിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു. അമിത്ഷയുടെ യാത്ര തടയുന്നത് മമതാ ബാനർജി എന്നാണ് ആരോപണം. രണ്ടാം തവണയാണ് അമിത്ഷയുടെ യാത്രയ്ക്ക് ബംഗാളിൽ നിരോധനം ഏർപ്പെടുത്തുന്നത്. അനുമതി ലഭിക്കാൻ BJP നേതാക്കൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മൽഡയിൽ അമിത്ഷാ റാലിക്കെത്തുന്നതും മമതാ ബാനർജി തടഞ്ഞുവെന്നായിരുന്നു BJPയുടെ ആരോപണം. BJPയുടെ എല്ലാ നീക്കങ്ങൾക്കും ബംഗാളിൽ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജി എന്ന സിംഹക്കുട്ടി. രഥയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ പോലും തിരിച്ചടി ലഭിച്ച BJP മേഖലാതല ജാഥയ്ക്ക് മുൻതൂക്കം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ പോലും സർക്കാർ അതിനും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പാർട്ടിയെ ബംഗാളിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ചോദ്യചിഹ്നം പാർട്ടിക്കകത്ത് വീണ്ടും ഉദിച്ചു വരികയാണ്. എന്നാൽ അമിത്ഷാ രണ്ടും കൽപ്പിച്ചാണ് ബംഗാളിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതു തരം നീക്കം നടത്തിയാലും ശരി, ബംഗാളിൽ മുന്നോട്ട് പോകും എന്നുള്ള നീക്കത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അമിത്ഷാ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.